നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് വളരെ ഈസി ആയിട്ട് ഒരു മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ ഒരു ജിമെയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പല ആളുകൾക്കും ഇപ്പോഴും അറിയില്ല ജിമെയിൽ അക്കൗണ്ട് എങ്ങനെ വളരെ ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക, തീർച്ചയായിട്ടും ഉപകാരപ്പെടും. നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്ത് നമ്മൾ ജിമെയിൽ ആപ്ലിക്കേഷൻ നമ്മൾ ഓപ്പൺ ചെയ്യുക. നമ്മുടെയൊക്കെ മൊബൈൽ ഫോൺ ഉണ്ടാവും, ഗൂഗിളിൻ്റെ ജിമെയിൽ എന്നുള്ള ഈ ഒരു ആപ്പ് നമ്മൾ ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ വലതു ഭാഗത്ത് നമ്മുടെ പ്രൊഫൈൽ കാണും. പ്രൊഫൈൽ കൊടുത്ത ആളുകൾ, കൊടുക്കാത്ത ആളുകൾക്ക് അവരുടെ ഏതെങ്കിലും ഒരു അക്ഷരം അവിടെ കാണിക്കും. അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ മൊബൈൽ ഫോണിൽ ലോഗിൻ ചെയ്തിരിക്കുന്ന എല്ലാ അക്കൗണ്ടുകളും, എല്ലാ ജിമെയിൽ അക്കൗണ്ടുകളും ഇവിടെ കാണാൻ സാധിക്കും. എൻ്റെ മൊബൈൽ ഫോണിൽ ഒരുപാട് ജിമെയിൽ അക്കൗണ്ട് കാണാം. ഏറ്റവും അവസാനം വരുമ്പോൾ നമുക്കിവിടെ ആഡ് അനദർ അക്കൗണ്ട് എന്നുള്ളൊരു ഓപ്ഷൻ കാണും. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഗൂഗിൾ എന്നൊരു ഓപ്ഷൻ കാണും. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സ്ക്രീൻ ലോക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ലോക്ക് ചോദിക്കും. ആ ലോക്ക് കൊടുത്ത് നമ്മൾ ഈ ഒരു ഇൻ്റർഫേസിലേക്ക് എത്തും. ഏതെങ്കിലും ഒരു ജിമെയിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ അത് ഇവിടെ ഇമെയിൽ ID കൊടുത്ത് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമുക്ക് പാസ്വേഡ് കൊടുത്ത് ലോഗിൻ ചെയ്യാൻ സാധിക്കും. എന്നാൽ നമ്മളിവിടെ പരിശോധിക്കുന്നത് പുതിയൊരു ജിമെയിൽ അക്കൗണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ താഴെ ഭാഗത്തേക്ക് നോക്കുക, ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് കാണും. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ രണ്ട് ഓപ്ഷൻ ഉണ്ട്, മൈ പേഴ്സണൽ യൂസ് എന്നുള്ളതും മൈ ബിസിനസ് എന്നുള്ള ഓപ്ഷനും ഉണ്ട്. മൈ ബിസിനസ് എന്നുള്ള ഈ രണ്ടാമത്തെ ഓപ്ഷൻ നിങ്ങൾ എന്തെങ്കിലും ഒരു ഷോപ്പ് നടത്തുന്ന ആളാണെങ്കിൽ ആ ഷോപ്പിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത്തരത്തിൽ എന്തെങ്കിലും ബിസിനസ് ആവശ്യത്തിന് വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്ന ജിമെയിൽ അക്കൗണ്ടാണ്. നമുക്കിവിടെ വേണ്ടത് പേഴ്സണൽ അക്കൗണ്ടാണ്. നമുക്ക് സ്വന്തമായി ഉപയോഗിക്കാനുള്ള അക്കൗണ്ട് ആണെങ്കിൽ ഏറ്റവും മുകളിൽ കാണുന്ന ഫോർ മൈ പേഴ്സണൽ യൂസ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ചോദിക്കും. സിമ്പിളായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പേര് ഫസ്റ്റ് നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം സെക്കൻഡ് നെയിമായിട്ട് നിങ്ങൾക്ക് സർനെയിമായിട്ട് എന്തെങ്കിലും ഒരു പേര് കൂടെ കൊടുക്കാം. ഞാനിവിടെ നമ്മുടെ ചാനലിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ബർത്ത്ഡേ ഡേറ്റ് ചോദിക്കുന്നുണ്ട്. ഒന്നാമത്തെ നമ്മുടെ ഡേറ്റാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. നമ്മുടെ ബർത്ത്ഡേ ഡേറ്റും മാസവും ഇയറും ടൈപ്പ് ചെയ്തതിന് ശേഷം രണ്ടാമത്തെ ഭാഗം നമുക്ക് നമ്മുടെ സ്ത്രീയാണോ പുരുഷനാണോ എന്നുള്ളതാണ്. ജെൻഡർ ടൈപ്പ് ചെയ്യാനാണ്. ഞാനിവിടെ ജെൻഡർ ടൈപ്പ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് 2 ജിമെയിൽ അക്കൗണ്ട് ഇവിടെ തന്നിട്ടുണ്ട്. നമ്മൾ കൊടുത്ത പേര് വെച്ചിട്ട് 2 ജിമെയിൽ അക്കൗണ്ട് ഇവിടെ തന്നിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഉണ്ടെങ്കിൽ സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ജിമെയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. അതിനുവേണ്ടി താഴെ കാണുന്ന ഭാഗത്ത് ക്രിയേറ്റ് യുവർ ഓൺ ജിമെയിൽ അഡ്രസ്സ് ഉള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം നിങ്ങളുടെ ഒരു പേരിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുള്ള പേരിൽ ഒരു ജിമെയിൽ അക്കൗണ്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ജസ്റ്റ് ലൈവ് ടിപ്സ് മീഡിയ എന്നുള്ള ഒരു പേര് ടൈപ്പ് ചെയ്തു. പക്ഷേ ഈ പേര് ചിലപ്പോൾ എനിക്ക് കിട്ടില്ല. കാരണം ഞാനിവിടെ നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ കാണാം ഈ പേര് ഇവിടെ കിട്ടില്ല. കാരണം ഈ ഒരു പേരിൽ മറ്റൊരു ഇമെയിൽ ID ആരെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടാകും. അതുകൊണ്ട് നമുക്കിവിടെ എന്തെങ്കിലും ഒരു ഇയറോ അല്ലെങ്കിൽ നമ്മുടെ ജനിച്ച വർഷമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പേരിൽ കൂടെ ആഡ് ചെയ്ത് കൊടുക്കും. ഞാനിപ്പോൾ ഇവിടെ 1 2 3 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് കാണിച്ചു തരുന്നതിന് വേണ്ടി. അത് ക്ലിക്ക് ചെയ്തപ്പോൾ ആ ഒരു ഇമെയിൽ ID എനിക്ക് കിട്ടും. അത് കുഴപ്പമില്ല, അത് വേറെ ആരും യൂസ് ചെയ്യുന്നില്ല എന്നുള്ളത് കണ്ടു. കാരണം ഇത് നമുക്ക് മുന്നോട്ട് പോയി. ശേഷം നമുക്കിവിടെ ഒരു പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. വളരെ സ്ട്രോങ് ആയിട്ടുള്ള പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അക്കങ്ങളും നമ്പറുകളും അതുപോലെ തന്നെ സ്റ്റാർ ഹാഷ് തുടങ്ങിയിട്ടുള്ള ഒരു സ്ട്രോങ് പാസ്വേഡ് കൊടുക്കുക. മറക്കാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങൾ കൊടുത്തിരിക്കുന്ന പാസ്വേഡ്. നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം എന്താ കാണാൻ സാധിക്കും, എൻ്റെ പേര്, എൻ്റെ ലൈവ് ടിപ്സ് മീഡിയ എന്ന പേരിൽ ഞാനിവിടെ ഇമെയിൽ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതുപോലൊരു ഇൻ്റർഫേസ് വരും. ഇവിടെ ഏറ്റവും താഴെ ഭാഗത്തേക്ക് വരിക. ഇവിടെ ഏറ്റവും അവസാനത്തിൽ ഐ അഗ്രി എന്നുള്ള ഭാഗം കാണും. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നമ്മുടെ മെയിൽ ID ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ജിമെയിലിലേക്ക് തന്നെ തിരിച്ചു വന്നിട്ടുണ്ട്. നമ്മുടെ ആ പ്രൊഫൈൽ ഭാഗത്ത്, നേരത്തെ പറഞ്ഞ പ്രൊഫൈൽ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഏറ്റവും അവസാനത്തേക്ക് വരുമ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്തിരിക്കുന്ന ആ ഒരു ജിമെയിൽ അക്കൗണ്ട് ഇവിടെ കാണാൻ സാധിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.